ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ആദ്യം കുറേ നാൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഇമ്മ്യൂണോസപ്രസീവ് മെഡിസിൻസ് കഴിക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ കുറച്ച് ഇൻഫെക്ഷൻ്റെ റിസ്ക്കൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ 6 മാസം അവരെ ഈ പരിസരത്ത് തന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും താമസിപ്പിച്ചിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം വന്ന് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഈ അവയവമൊക്കെ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. ഏകദേശം 6 മാസത്തിന് ശേഷം അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി പോകുന്നതാണ്. എന്നിരുന്നാലും ഈ ഇമ്മ്യൂണോസപ്രസീവ് മെഡിസിൻസ് റെഗുലറായിട്ട് കഴിക്കേണ്ട ആവശ്യം. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ അടുത്ത ഫോളോ അപ്പ് മാസത്തിലൊന്നായിരിക്കും. 1 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് 2 മാസത്തിലാകും. അങ്ങനെ നീണ്ടു നിൽക്കും. പിന്നെ തുടർന്ന് അവരും സ്വാഭാവികമായും പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് മടങ്ങും. ലൈഫ് സ്റ്റൈലൊക്കെ എന്തൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ പ്രിക്കോഷൻസ് എടുക്കേണ്ട വളരെ അത്യാവശ്യമാണ്. ഉദാഹരണത്തിൽ ഡയറ്റിലെ മോഡിഫിക്കേഷൻസ്, വെയിറ്റ് അധികം കൂടാതിരിക്കുക, ഇൻഫെക്ഷൻസ് വരാതിരിക്കുക. മൂന്നാമത് നമ്മൾ ഈ ഡ്രഗ്സൊക്കെ കറക്റ്റ് ടൈമിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഡ്രഗ്സിൻ്റെ ലെവൽ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഏതൊക്കെ ലെവലിലാണ് അതനുസരിച്ച് ഇതിൻ്റെ ഡോസേജും അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ പോയാൽ വലിയ പ്രശ്നമില്ലാണ്ട് പോവാം. പക്ഷെ എന്നാൽ തന്നെ വളരെ ചുരുക്കം ചിലർക്ക് ഈ ആദ്യത്തെ അസുഖം പുതിയ കിഡ്നിയിലും വരാനുള്ള സാധ്യതയുണ്ട്.